ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയിലെ ഡ്രൈവിംഗ് ലൈസൻസ് ആയ G2 ക്ലാസ് G2 എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാനഡയിലെ ബേസിക് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയും G1 എങ്ങനെ എഴുതാം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ലിങ്കും അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ പഴയ വീഡിയോയിൽ ബാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ മേളിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കയറി കാണാവുന്നതാണ്. അതുപോലെ ഇത് പ്ലേലിസ്റ്റിലായിട്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കാണാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിലൂടെ ക്ലാസ് G2 Gയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്, ഇപ്പം ഫുൾ ലൈസൻസ് പറയുന്നത് G ആണ്, അതുപോലെ G2 ഉള്ളവരും G ഉള്ളവരും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ്, കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് G2 ന്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് വരും വീഡിയോയിലൂടെ. അതുപോലെ പറയാൻ പറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് വാട്ടർ വർക്ക്സ് പാർക്കിലാണ്. അടിപൊളി ഒരു പാർക്കാണ് ഇത്, വളരെ മനോഹരമാണ്. ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണ്ടുപോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫാമിലി ആയിട്ടൊക്കെ ഒരു വീക്കെൻഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു ക്യാമ്പിങ്, അതുപോലെ തന്നെ നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ്. അതുപോലെ ഫിഷിങ്ങിന് പറ്റിയ പാർക്കാണ്. അപ്പോൾ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മളോട് ഒരു കാർപ്പിനൊക്കെ പിടിച്ചായിരുന്നു, അതിന്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം ഗൂഗിളിൽ പോയിട്ട് ടെസ്റ്റ് ഡ്രൈവ് എന്ന് ടൈപ്പ് ചെയ്യുക. അത് ആദ്യം കാണുന്ന ഡ്രൈവ് ടെസ്റ്റ് ഹോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളെ ഒണ്ടാരിയോയുടെ ഒഫീഷ്യൽ സൈറ്റിലോട്ട് വരും ഡ്രൈവ് ടെസ്റ്റ്. ഇതാണ് ഒണ്ടാരിയോയുടെ ഒഫീഷ്യൽ സൈറ്റ്. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത്. ബുക്ക് റോഡ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഫൈൻഡ് എ ഡ്രൈവ് ടെസ്റ്റ് സെൻറ്റർ, റിസൾട്ട്, അപ്പോയിൻമെന്റ് ഫോർ എക്സ്ചേഞ്ച് യുവർ ലൈസൻസ്. ഇതിൽ നമ്മൾ ബുക്ക് റോഡ് ടെസ്റ്റ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇതിൽ കാറ്, മോട്ടോർ സൈക്കിൾ, കൊമേഴ്ഷ്യൽ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളതിൽ ബുക്ക് റോഡ് ടെസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നേരം നമുക്കൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഡേറ്റും കാര്യങ്ങളൊക്കെ അപ്പോയിൻമെന്റ് നമ്മുടെ ഇമെയിലോട്ടാണ് അയച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് കൂടെ കൊടുക്കുക. ഞാനിവിടെ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു. G1ന്റെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പരും ആ G1ന്റെ എക്സ്പയറി ഡേറ്റും അവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കലണ്ടർ പോലെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമ്മൾ ആദ്യമേ ഇയർ നേരെ താഴെ വന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. അതിൽ കാണിക്കുന്നുണ്ട് യുവർ സെക്ഷൻ വിൽ എക്സ്പയർ ഇൻ 45 മിനിറ്റ്സ്. അപ്പോൾ 45 മിനിറ്റ് മാത്രമേ നമുക്ക് ഇത് ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ പറ്റൂ. അതിനുശേഷം വീണ്ടും എക്സ്പയർ ആയിട്ട് വീണ്ടും ലോഗിൻ ആവും. നമുക്ക് ഇവിടെ G2 Gയും ഉണ്ട്. ഇതിൽ ഞാൻ ആദ്യമേ G2 ആണ് ബുക്ക് ചെയ്യുന്നത്. G2 ക്ലിക്ക് ചെയ്യുക, ദെൻ കണ്ടിന്യൂ ചെയ്യുക. 92 ലൊക്കേഷൻ ഉണ്ട് G2 എക്സാം എഴുതാനായിട്ട് ഒണ്ടാരിയോയിൽ. അപ്പോൾ അതുകൊണ്ടല്ലേ ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ കാണിക്കും ഈ ലൊക്കേഷൻസ്. അപ്പോൾ ഞാൻ ഇതിൽ ലണ്ടൻ ആണ് സെലക്ട് ചെയ്യുന്നത്. നേരെ താഴെ വന്നിട്ട് ലണ്ടൻ സെലക്ട് ചെയ്തു. എന്നിട്ട് നേരെ താഴെ വന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ സെലക്ട് എ ഡേറ്റ് ഫോർ യുവർ ക്ലാസ് G2 ടെസ്റ്റ് ഇൻ ലണ്ടൻ. ഏപ്രിൽ മാസത്തിൽ ഒരു ഡേറ്റും ഇല്ല, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഒരു കളറിലൊരു മാർക്കിങ് കാണിക്കുന്നില്ലേ, ഡേറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ. താഴെ കാണിക്കുന്നത് റോഡ് ടെസ്റ്റ് അവൈലബിൾ, നോ റോഡ് ടെസ്റ്റ് അവൈലബിൾ. ഈ ആരയിൽ ക്ലിക്ക് ചെയ്താൽ അടുത്ത മാസത്തിലോട്ട് പോകും, മെയിലോട്ട് പോകും. മെയിലും ഒരു ഡേറ്റ് അവൈലബിൾ അല്ല. വീണ്ടും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ജൂണിലോട്ട് പോകും. ജൂണിലാണെങ്കിൽ കണ്ടില്ല ഡേറ്റ് ഉണ്ട്, 5-ാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ജൂൺ 7 ബുക്ക് ചെയ്യാണ്. കണ്ടിന്യൂ. അതിൽ സമയം കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമയം നിങ്ങൾ ചൂസ് ചെയ്യാം. ഞാനിവിടെ 10:35 AM രാവിലെ കൊടുക്കുകയാണ്. നേരെ കണ്ടിന്യൂ ആണ്. അപ്പോൾ കണ്ടില്ല യു ആർ ആൾമോസ്റ്റ് ഡൺ. അപ്പം അത് കാണിക്കുന്നുണ്ട് ലണ്ടൻ ഡ്രൈവ് ടെസ്റ്റ് സെൻറ്റർ ഫ്രൈഡേ June 7, 2024 ക്ലാസ് G2 റോഡ് ടെസ്റ്റ്. സമയം എഴുതി കാണിക്കുന്നുണ്ട്. ബുക്കിംഗ് ഫീസ് പറയുന്നത് $53 കനേഡിയൻ ആണ്, $53.75 ആണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിവിടെ ബുക്ക് ആൻഡ് പേ നൗ എന്നുള്ളൊരു ഓപ്ഷൻ വരും, ന്യൂ വിൻഡോ. ഇത് വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കൺഫേം അല്ലെങ്കിൽ വീണ്ടും ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും ഡേറ്റ് മാറ്റി കൊടുക്കാൻ പറ്റും. ദെൻ നമ്മൾ ബുക്ക് ചെയ്യാണ്. ബുക്ക് ചെയ്യുമ്പം പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ഇവിടെ കാണിക്കും. അതിൽ നമ്മുടെ പേര് കൊടുക്കണം, അഡ്രസ് ഇൻഫർമേഷന്. ഇതിൽ വിസ ക്രെഡിറ്റ് കാർഡ് കാണിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ വിസ ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിൽ ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ മാസ്റ്റർ കാർഡ് ഉണ്ടെങ്കിൽ മാസ്റ്റർ കാർഡ് വെച്ച് ബുക്ക് ചെയ്യാം. ഞാൻ ഇതിൽ മാസ്റ്റർ കാർഡ് ചൂസ് ചെയ്യാണ്. കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക, കാർഡ് നമ്പർ, പിന്നെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ്, ഇയർ കൊടുക്കുക, CVV കൊടുക്കുക, എന്നിട്ട് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഇതിൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. പ്രോസസ്സിംഗ് ഒരു ബുക്കിംഗ് എന്ന് കാണിക്കും. കണ്ടില്ലേ യു ആർ ബുക്ക്ഡ്. അങ്ങനെ നമ്മൾ G2 സക്സസ്ഫുള്ളി ബുക്ക് ആയിട്ടുണ്ട്. അപ്പം അതിൽ നമ്മുടെ പേരും നമ്മുടെ കാര്യങ്ങളും കാണിക്കും, ബാർകോഡും കാര്യങ്ങളും കാണിക്കും. ഇതിൻ്റെ പ്രിൻറ്റും കൊണ്ട് വേണം നമ്മൾ എക്സാമിന് G2 എക്സാമിന് മുമ്പ് പോകാനായിട്ട്. അവിടെ ചെന്നിട്ട് ടോക്കൺ എടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഇൻസ്ട്രക്ടർ അവർ പറഞ്ഞു തരും. ഈ സെയിം ഡോക്യുമെൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് മെയിലും അവർ അയച്ചു തരും. അപ്പം അത് ആ മെയിലും കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് G2 എക്സാം എഴുതാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കും അപ്പോയിൻമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം നിങ്ങൾ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുടെ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.